പണത്തിന്റെയും പ്രതാപത്തിന്റെയും പേരിൽ തലയെടുപ്പോടെ നിൽക്കുന്ന കോവിലകം തറവാട്. അവിടുത്തെ തലമൂത്ത കാരണവരായ പത്മനാഭ പിള്ളയ്ക്കും ഭാര്യ ദേവയാനിക്കും 4 മക്കൾ. കോവിലകം ഗ്രൂപ്പ്സ് ചെറുതല്ലാത്ത രീതിയിൽ എല്ലാ മേഖലയും അവിടെ ബിസിനസ് നിറഞ്ഞു നിൽക്കുന്നു. 4 ആൺമക്കളും ഒരു കുറവും കൂടാതെ നോക്കി നടത്തുന്നു. പക്ഷേ സ്ത്രീകളുടെ സ്ഥാനം എന്നും 4 ചുവരുകൾക്കുള്ളിലാണെന്ന മണ്ടനാചാരം ഈ തറവാട്ടിൽ തുടർന്നു വരുന്നു. അവിടുത്തെ സ്ത്രീകളെല്ലാം കരിയും പുകയും കൊണ്ട് ഒരു പരാതിയും പരിവവും ഇല്ലാതെ യന്ത്രം കണക്കെ ജീവിച്ചു പോകുന്നു. പിള്ളയുടെ മക്കളായ അജിത്ത്, ഭാര്യ രേഷ്മ. അച്ഛന്റെ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അജിത്ത് ഡോക്ടറാണ്. അവരുടെ ഒരു മകൻ പീയൂഷ്. അജിത്ത് അനന്തൻ, ഭാര്യ ദേവിക. ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. 2 മക്കള്. പ്രണവ് അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഭാര്യ ആര്യ. പ്രാർത്ഥന 10ാം ക്ലാസ്സിൽ. 3 അജയൻ, ഭാര്യ രേവതി. ഒരു മകൾ പ്രതിഭ 10th ക്ലാസ്. ആദിത്യൻ, ഭാര്യ അഞ്ജലി. ഒരു മകൾ ആവണി എന്ന 2 ക്ലാസ്സുകാരി. അജയനും ആദിത്യനും കൂടെയാണ് കമ്പനി നോക്കി നടത്തുന്നത്. രാവിലെ തന്നെ അടുക്കളയിലാകെ ബഹളമാണ്. എല്ലാവരും ജോലിക്ക് പോവാൻ സമയമായതും തിരക്കിട്ട പാചക പണിയിലാണ് പെണ്ണുങ്ങൾ. അപ്പോഴാണ് ദേവയാനി അമ്മ അങ്ങോട്ട് വന്നത്. അമ്മേ, അമ്പലത്തിൽ പോയി വന്നോ? രേഷ്മേ, എന്റെ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അവരുടെ ദയനീയമായ ചോദ്യത്തിന് കണ്ണു നിറച്ചു നിൽക്കാനേ രേഷ്മയ്ക്കായുള്ളൂ. മറുപടി കിട്ടാതെ വന്നതും അവർ നെടുവീർപ്പോടകത്തേക്ക് കയറിപ്പോയി. വാടി നിൽക്കുന്ന രേഷ്മയുടെ മുഖം കണ്ടതും എല്ലാവരുടെയും ഉള്ളിൽ വേദന നിറഞ്ഞു. എന്നിരുന്നാലും ഒന്നും മിണ്ടാതെ അവർ തങ്ങളുടെ പണികളിലേക്ക് തിരിഞ്ഞു. ടേബിൾ ഭക്ഷണം കൊണ്ടുവച്ചതും എല്ലാവരും കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത നിശബ്ദതയായിരുന്നു അവിടെയെങ്ങും. അതിന് തടസ്സമെന്നോണം പത്മനാഭന്റെ ശബ്ദമുയർന്നു. അജിത്തെ. അയാളുടെ വിളി കേട്ടതും അവൻ തലയുയർത്തി നോക്കി. നിന്റെ മകനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? അസത്ത്, നാണം കെടുത്താൻ വേണ്ടി ഉണ്ടായത്. എന്തൊക്കെ കാണിച്ചു വെച്ചത്. അവന്റെ സൂക്കേട് മാറെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ പറയണം. അവനെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. പറഞ്ഞത് മനസ്സിലായോ? അടുത്ത മാസം അവന്റെ കല്യാണം ഞാൻ തീരുമാനിച്ചു. അയാളുടെ വാക്കുകൾ കേട്ടതും എല്ലാവരും ഞെട്ടി. അജിത് ദയനീയമായി രേഷ്മയെ നോക്കി. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു. പിന്നെ മുത്തശ്ശൻ പറയും പോലെ പീഷട്ടൻ ഇപ്പൊ സമ്മതിക്കും കല്യാണത്തിന്. ഇങ്ങർക്ക് വട്ടാണ്. പ്രാർത്ഥന പ്രതിഭയുടെ ചെവിയിൽ രഹസ്യം പറഞ്ഞു. അച്ഛ, എല്ലാം മറിഞ്ഞിട്ടും അച്ഛൻ ഇങ്ങനെ പറയരുത്. അവനൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ പറ്റില്ല എന്നറിയില്ലേ? മിണ്ടരുത് നീ. അവിടെ ഇവിടെയും ചെക്കനെ പഠിക്കാൻ വിട്ട് നാശാക്കി അവന്റെ സ്വഭാവം ഒരു പെണ്ണ് കെട്ടിയങ്ങ് മാറിക്കോളും. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അയാൾ എണീറ്റ് പോയി. വല്യച്ഛൻ പേടിക്കേണ്ട, മുത്തശ്ശന് ഇതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. ഞാൻ പറയാം പീഷട്ടിനോട് ഇങ്ങോട്ട് വരാൻ. ബാക്കിയൊക്കെ വന്നിട്ട് തീരുമാനിക്കാം. അജിത്ത് ഒന്ന് തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റു കൈ കഴുകി റൂമിലേക്ക് പോയി. അയാൾ പോകുന്നത് കണ്ടതും പിറകെ രേഷ്മയും നടന്നു. മറ്റുള്ളവർ അതൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു പോയി. അജിത്തേട്ട. കട്ടിത്തലയ്ക്ക് കൈവച്ചിരിക്കുന്ന അജിത്തിനെ നോക്കി രേവതി വിളിച്ചതും അയാൾ തലയുയർത്തി നോക്കി. ഏട്ടാ, ഞാൻ എന്താ ചെയ്യാം? രേവു അച്ഛന്റെ വാശി. ഒരു ഭാഗത്ത് അവന്റെ ദേഷ്യം കണ്ട ഒന്നും പറയാനും തോന്നില്ല. അവന്റെ ഇഷ്ടത്തിന് വിടിച്ചേട്ട. അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. എനിക്കാകെ ഒരു മോനേ ഉള്ളൂ. അവനെ അവന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അച്ഛൻ എന്ത് പറഞ്ഞാലും വേണ്ടില്ല. എഴുന്നേറ്റു ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബാഗെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. രേവതി ഒരു ചിരിയോടെ നോക്കി നിന്നു. ഇതേ സമയം അങ്ങ് മുംബൈയിൽ JB വേർഡ്സ് എന്ന് എഴുതിയ ബഹുനില കെട്ടിടത്തിന് മുന്നിൽ ഒരു വൃദ്ധൻ വന്ന് നിന്നു. അയാളുടെ കൂടെ ഒരു 20-22 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവർ അകത്തേക്ക് കയറി. അപ്പോഴേക്കും ഓഫീസിലെ സ്റ്റാഫായ അലക്സ് അങ്ങോട്ട് വന്നു. അവൻ ആ കുട്ടിയാകെ മൊത്തം ഒഴിഞ്ഞു നോക്കി. പേടി കാരണം അവൾ അയാളുടെ പിന്നിലേക്ക് നീങ്ങി നിന്നു. ന്യൂ ജോയിൻ ആണല്ലേ? വഷളൻ ചിരിയോട് അലക്സ് അവളെ നോക്കി. അലക്സ് ആളൊരു നാറിയാണെന്ന് അതവിടെ പരസ്യമായ ഒരു രഹസ്യമാണ്. അവൾ അവിടെ ആക്കി അച്ഛൻ യാത്ര പറഞ്ഞു. ആദ്യ ദിവസം ജോലിയിൽ കയറുന്ന എല്ലാ വെപ്രാളവും പെൺകുട്ടിയിലുണ്ടായിരുന്നു. അധിക സംസാരമൊന്നില്ലാതെ പതുങ്ങി നടക്കുന്ന ഒരു പൂച്ചക്കുഞ്ഞ്. അവളുടെ കണ്ണുകൾ ആർക്കു വേണ്ടിയോ 4 പാടും പരതി. വിചാരിച്ച ആളെ കാണാഞ്ഞതും കുഞ്ഞുമുഖം പരിഭവത്താൽ വീർത്തു തനിക്ക് അനുവദിച്ച സീറ്റിലിരുന്നു. അവൾ അവളുടെ ജോലികൾ തുടർന്നു. ഉച്ചയായതും എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ? ഒരു ശബ്ദം കേട്ടും അവൾ തലയുയർത്തി. ഒന്ന് പുഞ്ചിരിച്ചു. തന്റെ സിസ്റ്റം ഓഫ് ചെയ്തു അവരുടെ കൂടെ പോയി. അവർ 3 പേരുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നിടയിൽ തന്റെ പേരെന്താ? ശ്രീധന്യ. വളരെ പതിഞ്ഞ സ്വരത്തിൽ പറയുന്ന അവർ നോക്കി നിന്നു. ഞാൻ ആമി, ഇത് ആൻ. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി. അവരുടെ കൂടെ അവൾ ഒരു പരിധിവരെ സന്തോഷത്തോടെ നിന്നു. ആമിമാനും കില്ലാടികളായിരുന്നു.
എപ്പോഴും വാ തോരാതെ സംസാരിച്ചു കൊണ്ടിരുന്ന കുറുമ്പ് കാണിക്കുന്ന 2 പേരും ശ്രീക്ക് അവരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഉച്ചയ്ക്ക് ശേഷം ശ്രീയെ സ്റ്റോർ റൂമിലേക്ക് ഒരു ഫയൽ എടുക്കാൻ പറഞ്ഞയച്ചു. തിരിച്ചു വരുന്ന വഴി ആരോ അവളുടെ കയ്യിൽ പിടിച്ചു. പേടിച്ചവൾ ഒച്ച വയ്ക്കാൻ നോക്കിയതും അവളുടെ വാ പൊത്തിപ്പിടിച്ചു. തന്നിൽ അമരുന്ന വൃത്തികെട്ട കൈകൾ ഒന്നും മാറ്റാൻ പോലും ആവാതെ കണ്ണു നിറച്ചു നിൽക്കാൻ അവൾക്ക് ആയുള്ളൂ. പേടി കാരണം തന്റെ ബോധം ഇപ്പൊ നഷ്ടപ്പെടും എന്ന് വരെ അവൾ ഓർത്തു. ഒന്ന് കുതറിക്കൊണ്ട് വെട്ടിത്തിരിഞ്ഞതും അവളുടെ മുന്നിൽ നിൽക്കുന്ന അലക്സറിനെ കണ്ടു. അവൾ ഞെട്ടി പിന്നോട്ട് മാറി. അടങ്ങി നിക്കടി കൊച്ചേ, ഇതൊക്കെ കെട്ടിപ്പൊട്ടി വെച്ചിട്ട് എന്തിനാ? അതും പറഞ്ഞ് അവൻ അവളുടെ നേരെ നടന്നു. പിന്നിലേക്ക് നീങ്ങി അവൾ ചുമലിൽ തട്ടി നിന്നു. ഒന്നും ചെയ്യരുത് വിക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും അവന്റെ നോട്ടം അവളുടെ ചുണ്ടുകളിലേക്കായി. തന്റെ ശരീരം മൊത്തം ഇഴയുന്ന അവന്റെ കണ്ണുകളെ കണ്ടതും ശ്രീ കണ്ണുകൾ ഇറക്കി അടിച്ചു. പെട്ടെന്ന് കിട്ടിയ ധൈര്യത്തിൽ അവൾ മുന്നോട്ട് ഓടി ഡോറിന് പുറത്തേക്ക് കടക്കാൻ നിന്നതും അലക്സ് അവളുടെ ടോപ്പിൽ പിടുത്തം കിട്ടി. അത് വലിച്ചതും ടോപ്പ് കീറി അവൾ ഡോറിന് പുറത്തേക്ക് വീണു. കീറിയ ഭാഗം മറച്ചുകൊണ്ട് അവൾ ഓടി. പിന്നാലെ അലക്സും. പെട്ടെന്ന് എവിടെയോ തട്ടി വീഴാൻ അവളെ 2 കൈകൾ ചേർത്ത് പിടിച്ചു. പരിചിതമായ ഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. ആളെ മനസ്സിലായതും 2 കൈകൾ കൊണ്ട് അവന് വലിഞ്ഞു മുറുകി ഉറക്കെ കരഞ്ഞുപോയി ആ പെണ്ണും. ഓടി വന്ന അലക്സ് കാണുന്നത് ആരുടെ നെഞ്ചിൽ കിടന്ന് കരയുന്ന സ്ത്രീയാണ്. അലക്സ് അവനെ മൊത്തമായി ഒന്ന് നോക്കി. ഒത്ത ഉയരത്തിനനുസരിച്ച് ബോഡിയും നല്ല വെളുത്ത ചുകന്നിരിക്കുന്ന ശരീരം അതിന്റെ ഭംഗി കൂട്ടാൻ എന്ന പോലെ ശരീരത്തിന് ചേർന്ന് കിടക്കുന്ന ലൈറ്റ് റോസ് ഷർട്ടും വൈറ്റ് ജീൻസും. കയ്യിൽ സിൽവറിന്റെ ഒരു ഇടിവളയുണ്ട്. 2 കൈകൊണ്ട് ശ്രീയെ മുറുകെ പിടിച്ചിരിക്കുന്നു. താഴെ നിന്നും പതിയെ അവന്റെ മുഖത്തേക്ക് നോക്കി അലക്സ് ഒന്ന് ഞെട്ടി പിന്നിലേക്ക് ചാഞ്ഞു. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ കണ്ണുകൾ തന്നെ ചുട്ടേരിക്കാനുള്ള അഗ്നിയുമായി നിൽക്കുന്നവൻ. കഴുത്തിലായി പിടിച്ചു നിൽക്കുന്ന അവന്റെ നരമ്പുകളിൽ നിന്നും തന്നെ മനസ്സിലാക്കാം അവന്റെ ഉള്ളിൽ കത്തുന്ന തീയെ. ഭയം കാരണം അലക്സ് ഉമിനീരിറക്കി. അവന്റെ നെറ്റിയിൽ കൂടെ വിയർപ്പൊഴുകി. അറിയാതെ തന്നെ അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ചിതുനാഥ് ഭട്ടാചാര്യ. അതും പറഞ്ഞ് കയ്യിലും ചവിട്ടേറ്റ് അലക്സ് താഴെ വീണിരുന്നു. പിന്നീട് ചിന്തിക്കാൻ പോലും സമയമില്ലാതെ അവൻ അലക്സിനെ പെരുമാറി. ഇനിയും തലയിൽ അവൻ ചത്തുപോകുമെന്ന് തോന്നിയതും അലക്സിനെ തൂക്കിയെടുത്ത് മറുകൈയിൽ സ്ത്രീയുടെ കൈയും പിടിച്ച് അവൻ പുറത്തേക്ക് നടന്നു. മെയിൻ ഡോറിനടുത്ത് നിന്നതും അവൻ അലക്സിനെ പുറത്തേക്ക് എറിഞ്ഞു. സ്ത്രീയെ ചേർത്ത് പിടിച്ചു. ബാക്കിയുള്ളവരെല്ലാം ശ്വാസം അടക്കിയിരുന്നു. എടി, ഇയാളെന്താ ഇവിടെ? ആനാമിയുടെ ചെവിയിൽ പറഞ്ഞു. അറിയില്ല, പീസാർ ഇയാളും തമ്മില് ശത്രുവല്ലേ? ഇനി വല്ല പണിയൊപ്പിക്കാൻ വന്നതാണോ ആമി? അപ്പോഴാണ് അവളുടെ അടുക്കലേക്ക് മറ്റൊരു പെണ്ണ് വരുന്നത്. ആരാ ഇത്? അവൾ പതുക്കെ ചോദിച്ചു. അറിയില്ലേ, ചെകുത്താനാണ്, ചെകുത്താൻ. ഒരു ദഴയില്ലാതെ തന്റെ ശത്രുക്കളെ കൊന്നു കളയുന്ന ദി ഗ്രേറ്റ് ബിസിനസ് മാൻ ജിതുനാഥ് ഭട്ടാചാര്യ. അയ്യോ, അയാളാണോ? ഞാൻ കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ട് കാണുന്നേ. അല്ല, ഇയാളെന്താ ഇവിടെ? അറിയില്ല, പീയൂഷ് സാറും ഇയാളും ഇതിനു മുന്നേ ഒന്ന് ഉരസി പോയതാ. പിന്നെ സാർ ഇവിടുന്ന് പോയല്ലേ, വന്നെന്ന് അറിഞ്ഞത് കൊണ്ട് വീണ്ടും വന്നതാവും. അല്പം പേടിയോട് ആമി പറഞ്ഞു. അപ്പോഴാണ് അവർ അവന്റെ കയ്യിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ടത്. ദൈവമേ, ഇവളെന്താ അയാളുടെ കൂടെ? ഇനി സ്പൈ വർക്കിന് വിട്ടതാവും ആമി. ഒന്ന് മിണ്ടാതിരി ശവമേ, അയാളുടെ സ്വഭാവം വെച്ച് ഈ ഓഫീസ് ഇപ്പൊ ചാമ്പലാക്കും. അതിനു മുന്നേ പീയൂഷ് സാർ വന്ന മതിയായിരുന്നു. എന്തായാലും അലക്സിന് സൂക്കേട് മാറി. അവനെന്താ ഒപ്പിച്ചത്? ഇങ്ങനെ പഴംതുണി പോലെ ആകാൻ. ഇടയ്ക്ക് അവിടെ നിന്ന് ആരോ പറഞ്ഞു. നാഥ് എല്ലാവരെയും ഒന്ന് നോക്കി. സിയു എന്ന എഴുതിയ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. ഡോർ ചവിട്ടി തുറന്നു. അവനകത്തേക്കിരുന്നു. മുന്നിൽ കാണുന്ന പീയൂഷ് അജിത്ത് എഴുതിയ ബോർഡ് കണ്ടതും അവനൊന്ന് പുച്ഛിച്ചു. എന്തൊക്കെയോ ഓർത്തതും അവന്റെ മുഖം വലിഞ്ഞു മുറുകി. യു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് മിസ്റ്റർ പീയൂഷ്, മനസ്സിൽ പറഞ്ഞുകൊണ്ടവൻ ശ്രീയെ പതിയെ അടർത്തി മാറ്റി. അവൾ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അവളുടെ ഷാൾ കൊണ്ട് ദേഹം മറച്ചു. അവൻ പുറത്തേക്കിറങ്ങി. ശ്രീയെ കൊണ്ട് പുറത്തേക്കിറങ്ങി. മുന്നിൽ കാണുന്ന കാറിൽ അവളെ കയറ്റി. ചേട്ടായി വിതുമ്പിക്കൊണ്ട് അവൾ വിളിച്ചതും അവനൊന്ന് കണ്ണ് ചിമ്മി. അവളുടെ തലയിൽ തലോടി. ഗാർഡിനോട് കണ്ണ് കാണിച്ചതും ഗാർഡ് അവിടം വിട്ടു പോയിരുന്നു. ഇതേ സമയം അകലെ നിന്ന് വരുന്ന ഒരു കാർ കണ്ടതും അവന്റെ ചുണ്ടിൽ ക്രൂരമായ ചിരി വിരിഞ്ഞു. അതേ ചിരിയുടെ കയ്യിലുള്ള സിഗരറ്റ് എടുത്ത് കയ്യിൽ പിടിച്ചു. കാർ അവിടേക്ക് പ്രവേശിച്ചതും നാല് സിഗരറ്റ് കത്തിച്ചു വായിൽ വെച്ചു. അകത്തേക്ക് നടന്ന് ക്യാമ്പിൽ കയറി. കാലിന്റെ മേൽ കാൽ വെച്ച് ആഞ്ഞു പുകച്ചുകൊണ്ടിരുന്നു. ഇരയെ കയ്യിൽ കിട്ടിയ വേട്ടക്കാരന്റെ ഭാവത്തോടെ ഓഫീസിന് മുന്നിൽ നിർത്തിയ കാറിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി. അവന്റെ മുഖത്തെ ശാന്തത എല്ലാവരെയും ഒന്ന് അമ്പരപ്പിച്ചു. സാധാരണ കാണാത്തൊരു കാഴ്ചയാണത്. ബ്ലൂ കളർ ഷർട്ടും ബ്ലാക്ക് പാന്റും
അവന്റെ ഭംഗി ഒന്നുകൂടി ഇരട്ടിച്ചു. ഷർട്ടിന്റെ മുന്നിലെ 2 ബട്ടൺ അഴിച്ചിട്ടുകൊണ്ട് തന്നെ അവന്റെ നെഞ്ചിലെ ഏതോ ഒരു ടാറ്റുവിന്റെ ഒരു ഭാഗം പുറത്തേക്ക് തെളിഞ്ഞു കാണുന്നുണ്ട്. എല്ലാവരെയും നോക്കി ഒരു ചിരിയോടെ കണ്ണ് ചെമ്മി അവനകത്തേക്ക് നടന്നു. ഇന്ന് സുനാമി വല്ലതുണ്ടാവും എന്തോ. അതെന്താ ഒരാൾ അല്ല പീസാറിന്റെ മുഖം കണ്ടില്ലേ, ആദ്യമായിട്ട് ഇങ്ങനെ. പീഷ് മുന്നോട്ട് നടന്നതും അവന്റെ പിയെ ഓടി വന്നു. സാർ എന്താണോ? അത് പിന്നെ ജഗന്നാഥ് സാർ വന്നിട്ടുണ്ട്. ശേഷം അവൻ അവിടുന്ന് സംഭവങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തു. വാട്ട്? അവന്റെ അലർച്ച അവിടെ മുഴങ്ങി കേട്ടു. അതോടൊപ്പം അവന്റെ ദേഷ്യവും ഭാവം ഉയർന്നു. ഇപ്പോഴാ ശരിക്കും രൂപമായത്. ഞാൻ ഒന്ന് പേടിച്ചു. ഇയാൾ നന്നായി ഒന്ന് കരുതി. ഒരു പെൺകുട്ടി പിറുപിറുത്തു. സിഗരറ്റ് പുകച്ചുകൊണ്ട് ഡോറിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു നാദ്. പെട്ടെന്നാണ് എന്തോ വന്ന് അവന്റെ കവിളിൽ കുത്തിപ്പിടിച്ചത്. അറിയാതെ തന്നെ അവന്റെ കയ്യിലുള്ള സിഗരറ്റ് താഴേക്ക് വീണു. നാദ് കണ്ണുകൾ ഉയർത്തി നോക്കിയതും കണ്ടു തന്നെ ചുട്ടിരിക്കാൻ പാകത്തിന് കണ്ണിൽ അഗ്നി നിറച്ചു നിൽക്കുന്നവനെ. അത് കണ്ടതും നാദിന്റെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു. അതുകൂടെ കണ്ടതും സമനില തെറ്റിയ പീഷ് അവന്റെ കവിളിൽ ഒന്നുകൂടെ അമർത്തിയതും അറിയാതെ നാദിന്റെ വായ തുറന്നു. അതേസമയം പീഷ് തന്റെ നാവുകൾ അവന്റെ വായിലേക്ക് തിരികെ അവന്റെ ചുണ്ടുകളെ കടിച്ചു നുണഞ്ഞു. വേദന കാരണം നാദിന്റെ കണ്ണുകൾ അടഞ്ഞുപോയി. തൽഫലമായി അവന്റെ കൈകൾ ശക്തമായി പീഷിന്റെ ഇടുപ്പിൽ മുറുകി. അവന്റെ ഇരു ചുണ്ടുകളും വാശിപ്പോലെ പീഷ് വേദനിപ്പിച്ചുകൊണ്ട് കടിച്ചു നുണഞ്ഞു. ചുണ്ടുപൊട്ടി ചോര പൊടിഞ്ഞിട്ടും അവൻ നിർത്തിയില്ല. 2 പേരും അടഞ്ഞ കണ്ണുകൾ ഒരുമിച്ച് തുറന്നു. ചുണ്ടുകളിൽ നിന്ന് വേർപെടാതെ പരസ്പരം നോക്കിയ അവരുടെ കണ്ണുകൾ അടങ്ങാത്ത പ്രണയം അലയടിച്ചു. ചുണ്ടുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന വശ്യത അവരെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയി. യാഷ് നാദ് പതിയെ വിളിച്ചതും പീഷ് അടഞ്ഞ കണ്ണുകൾ തുറന്നു. കണ്ണുകൾ തുറന്ന് അവന്റെ കണ്ണിലുടക്കിയതും നാദിന്റെ കവളിലുള്ള മറുകിലാണ്. കണ്ണ, ഒരു കുറുമ്പോടെ അവൻ വിളിച്ചതും നാദ് അവന്റെ നെറ്റിയിൽ തന്നെ നെറ്റിമുട്ടി ചുരസിക്കൊണ്ടിരുന്നു. മാറിയോ നിന്റെ ദേഷ്യം? കണ്ണിറക്കി നാദ് ചോദിച്ചതും യാഷ് അവനെ നോക്കി കണ്ണുരുട്ടി. ടാഷ് മോനെ, എത്ര ദിവസമായി നീ ഇവിടുന്ന് പോയിട്ട്? ഞാൻ ചത്തു ജീവിച്ചിരിപ്പുണ്ട് എന്നങ്ങനെ അന്വേഷിച്ചു. യാഷ് അവന്റെ പൂരപ്പാട്ട് തുടങ്ങി. തനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന മട്ടിൽ നാദ് അവിടെ ഇരുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? യാഷ് അവസാനം അവന്റെ കവിളിൽ ചെറുതായി അടിച്ചു പറഞ്ഞതും നാദ് അവന്റെ കൈ 2 പിടിച്ചു വെച്ചു. ഡാഷ് മോനെ, നിന്നെ ആരെങ്കിലും കൊണ്ടുപോയാൽ അതേപോലെ ഇവിടെ കൊണ്ടിടും. അതോർത്ത് നീ പേടിക്കേണ്ട. എനിക്ക് ഒരു പേടിയില്ല നിന്നെ ഓർത്ത്. നീ നിന്റെ ദേഷ്യം ഒന്ന് കുറയ്ക്കണം, പുച്ഛിച്ചുകൊണ്ട് നാദ് പറഞ്ഞതും യാഷ് അവനെ നോക്കി. അയ്യോ, പറയുന്ന ആള് പിന്നെ ഒട്ടും ദേഷ്യമില്ലാത്ത ഒരുത്തൻ ഒന്ന് പോയടാ. മനുഷ്യൻ 100 കൂട്ടം പണികളുണ്ട്. യാഷ് എണീറ്റ് പോവാൻ നിന്നതും നാദ് അവനെ പിഴിച്ചു വെച്ചു. യാഷ് എന്തോ പറയാൻ വന്നതും അവന്റെ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് തടഞ്ഞു. ശേഷം അവനെ എടുത്തു പൊക്കി അതിനകത്തുള്ള റൂമിലേക്ക് കയറി ഡോറടിച്ചു. കണ്ണ, യാഷ് അവനെ വിളിച്ചു. ഐ വാണ്ട് യു കംപ്ലീറ്റ്ലി. ഇറ്റ് വാസ് ഓൾസോ വൈറ്റ്. നേർത്ത സ്വരത്തിൽ നാദ് പറഞ്ഞതും യാഷ് ഒന്ന് ഞെട്ടി. എന്നാൽ അവന്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. തന്റെ ഷർട്ടുകൾ അയച്ചു മാറ്റിയ യാഷ് നാദിന്റെ ഡ്രസ്സ് മുഴുവൻ അയച്ചു മാറ്റി. പൂർണ്ണനഗ്നായി അവർ 2 പേരും ബെഡിലേക്ക് വീണു. നഗ്നമായ ഇരു ശരീരങ്ങളും കൂടുതൽ അടുത്തും. 2 പേരിൽ വികാരങ്ങൾ കത്തിപ്പടർന്നു. യാഷ് അവന്റെ മേലേക്ക് ചാഞ്ഞുകൊണ്ട് ആ പിങ്കതരങ്ങൾ കടിച്ചെടുത്തു നുണഞ്ഞു. നാദൊന്ന് കുറുകിക്കൊണ്ട് അവനിലേക്ക് ചേർന്നു. യാഷ് അവന്റെ മേൽ ചുണ്ടുകൾ നുണഞ്ഞപ്പോൾ നാദ് യാഷിന്റെ കീഴ്ചുണ്ടിനെ കടിച്ചെടുത്തു. ചുണ്ടുകൾ പൊട്ടി ചോര പൊടിഞ്ഞതും ചുണ്ടുകളിൽ നിന്ന് പിൻവാങ്ങി. യാഷ് അവന്റെ കണ്ണനെ മുഴുവനായി ഒന്ന് നോക്കി. നാദ് അവനെ തന്നെ നോക്കി അങ്ങനെ കിടന്നു. നാദിന്റെ നെഞ്ചിൽ മുഴുവനും യാഷിന്റെ മുഖം ടാറ്റു അടിച്ചിരുന്നു. യാഷിന്റെ നെഞ്ചിൽ നാദിന്റെ ചിത്രവും തെളിഞ്ഞു നിൽക്കുന്ന അവന്റെ മാറിലെ നിപ്പിളിലേക്ക് നോക്കി നാദൊന്ന് ചുണ്ട് കടിച്ചു. യാഷ് അവനെ നോക്കി കണ്ണിറക്കി. അതേസമയം നാദിന്റെ കൈകൾ ശക്തമായി യാഷിന്റെ പൗരുഷത്തിൽ അമർന്നു. യാഷ് ഒന്ന് മൂളിപ്പോയി. യാഷിന്റെ പല്ലുകൾ നാദിന്റെ മാറിൽ അമർന്നു കടിച്ചു പറിക്കുന്ന പോലെ. ഇരുമാറുകളും യാഷ് കടിച്ചെടുത്തു. അതേസമയം തന്റെ കൈയിന്റെ ചലനത്തിലൂടെ യാഷിനെ ഭ്രാന്ത് പിടിപ്പിച്ചു നാദ്. യാഷ്, ഐ എം അഡിക്റ്റഡ് ദി പെയിൻ യു ആർ ഗിവ് മീ. അതുകൂടെ നാദ് പറഞ്ഞതും യാഷിന് സ്വയം തന്നെ നിയന്ത്രിക്കാനായില്ല. അവൻ നാദിന്റെ അരക്കെട്ടിലേക്ക് മുഖം പൂത്തി. അവന്റെ പല്ലുകൾ അവിടെ കടിച്ചു നുണഞ്ഞു. നാദ് കണ്ണുകൾ അടച്ചു പിടിച്ചു. എന്നിരുന്നാലും അവന്റെ കൈകളുടെ ചലനം നിർത്തിയിരുന്നില്ല. ശക്തമായി അവന്റെ കൈ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. കണ്ണ, സ്റ്റോപ്പ് ക്യാൻ, യാഷ് ദയനീയമായി പറഞ്ഞതും നാദ് ഇരുവശത്തേക്കും തല ചലിപ്പിച്ചു. അതോടുകൂടെ യാഷ് അവന്റെ മുഖം നാദിന്റെ അടിവയറ്റിലേക്ക് അമർത്തി. ഒട്ടും സഹിക്കാൻ വയ്യാതായതും നാദ് അവനെ എടുത്തുയർത്തി തന്റെ അരയിലേക്ക് ഇരുത്തി അവനിലേക്ക് അമർന്നു. കണ്ണുകൾ അടച്ച് ചുണ്ടുകൾ കടിച്ചു പിടിച്ച് യാഷ് പുലമ്പി. നാദ് തന്റെ അരക്കിട്ട് വേഗത്തിൽ ചലിപ്പിച്ചു. ഇരുവരും വിയർത്തൊലിച്ചു. തങ്ങളുടെ ആവേശം ഒട്ടും കുറയാതെ തന്നെ
അവർ ഇരുവരും മത്സരിച്ച് ചലിച്ചുകൊണ്ടിരുന്നു. അവസാനം തളർന്നുകൊണ്ട് യാഷ് അവനെ നെഞ്ചിലേക്ക് വീണു. കൂടനാഥ് ബെഡിലേക്ക് കിടന്നുപോയി. ഒന്നുകൂടി ചുണ്ടുകൾ കഴിച്ചു നുണഞ്ഞതുകൊണ്ടും അവർ അങ്ങനെ കിടന്നു പൂർണ്ണ തൃപ്തിയോടെ.